ശ്രീമദ് ഭഗവത്ഗീത ധ്യാനം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതേ ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ടകീ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ശ്രീഗുരും ദീനതാരിണം ശ്രീചൈതന്യമീശ്വരം. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. നമഃ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിന്നിധി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ. ഭഗവത്ഗീത യഥാരൂപം. അധ്യായം 14. ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങൾ. ശ്ലോകം 10, പേജ് നമ്പർ 715. രജസ്തമശ്ചാഭിഭൂയ സത്വം ഭവതി ഭാരത, രജസത്വം തമശ്ചൈവ തമസത്വം രജസ്തഥാ. പദാനുപദം. ഭാരത, ഹേ ഭാരത. സത്വം സത്വഗുണം, രജഃ രജോ ഗുണത്തെയും, തമഃ ച തമോ ഗുണത്തെയും, അഭിഭൂയ അധിഭവിച്ചിട്ട് അതിക്രമിച്ചിട്ട്, ഭവതിഹി ഭവിക്കുന്നു, രജഃ രജോ ഗുണം, സത്വം സത്വഗുണത്തെയും, തമഃ ഏവ ച തമോ ഗുണത്തെയും, അഭിഭൂയ ഭവതി അതിക്രമിച്ച് പ്രബലമാകുന്നു, തഥാ അപ്രകാരം, തമഃ തമോ ഗുണം, രജഃ രജസ്സിനെയും, സത്വം സത്വത്തെയും, അഭിഭൂയ ഭവതി അതിക്രമിച്ച് പ്രബലമാകുന്നു. വിവർത്തനം. അല്ലയോ ഭാരത, ചിലപ്പോൾ സത്വഗുണം രജസ്തമോ ഗുണങ്ങളെ തോൽപ്പിച്ചുകൊണ്ട് മുന്നേറും. ചിലപ്പോൾ രജസ് സത്വതമോ ഗുണങ്ങളെ കീഴടക്കും. മറ്റു ചിലപ്പോൾ തമസ് സത്വരജസ്സുകളെയും. ഈ വിധത്തിൽ എപ്പോഴും ആധിപത്യത്തിനുള്ള മത്സരം നിലനിൽക്കുന്നു. ഭാവാർത്ഥം. രജോ ഗുണം മുന്നിട്ട് നിൽക്കുമ്പോൾ സത്വതമസ്സുകൾ പരാജയപ്പെടുന്നു. തമസാണ് മുന്നിട്ട് നിൽക്കുന്നതെങ്കിൽ രജസത്വഗുണങ്ങൾക്കാണ് തോൽവി. സത്വഗുണം മുന്നിട്ട് നിൽക്കുമ്പോൾ രജസ്തമോ ഗുണങ്ങൾ പരാജയപ്പെടുന്നു. ഈ മത്സരം എപ്പോഴും തുടർന്നു പോരുകയാണ്. അതുകൊണ്ട് കൃഷ്ണാവബോധത്തിൽ പുരോഗമിക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ 3 ഗുണങ്ങളെയും അതിക്രമിക്കണം. ഇവയിലൊന്നിൻ്റെ ആധിപത്യം ഒരാളുടെ എല്ലാ പ്രവർത്തനങ്ങളിലും പെരുമാറ്റങ്ങളിലും ആഹാരരീതികളിലുമൊക്കെ സ്പഷ്ടമായി കാണുക പതിവാണ്. അതിനെപ്പറ്റി ഇനിയുള്ള അധ്യായങ്ങളിൽ വിവരിക്കുന്നുണ്ട്. താത്പര്യമുള്ള പക്ഷം ആർക്കും പരിശീലനം കൊണ്ട് സത്വഗുണം വളർത്തി രജസ് തമസ്സുകളെ തോൽപ്പിക്കാം. രജോ ഗുണം വർദ്ധിപ്പിച്ച് സത്വതമസ്സുകളെ കീഴടക്കാനും
തമോ ഗുണത്തെ പോഷിപ്പിച്ച് സത്വരജസ്സുകളെ നശിപ്പിക്കാനും സാധിക്കും. ഇങ്ങനെ ഭൗതിക പ്രകൃതിക്ക് 3 ഗുണങ്ങളുണ്ടെങ്കിലും സ്ഥിരനിശ്ചയമുള്ളവർക്ക് സത്വഗുണത്താൽ അനുഗ്രഹീതരാവാം. അതിനെയും അതിക്രമിച്ച് വസുദേവാവസ്ഥയെന്ന വിശുദ്ധ സത്വത്തിൽ എത്താം. ഇവിടെയാണൊരാൾ ഈശ്വര ശാസ്ത്രാഭിജ്ഞനാകുന്നത്. ഒരു മനുഷ്യനിൽ ഏതു ഗുണത്തിനാണ് സ്വാധീനതയെന്ന് അയാളുടെ പ്രത്യേക പ്രവർത്തനങ്ങളിൽ നിന്ന് മനസ്സിലാക്കാം. ഹരേ കൃഷ്ണ.